Okay, we have to study these three tenses in detail. നമുക്ക് ഈ ഓരോ ടെൻസിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു. അത് നമ്മൾ പഠിക്കുന്നത് ഏതിനെയാണ്? പ്രസന്റ് ടെൻസിനെ. ഓക്കെ, നമുക്ക് പ്രസന്റ് ടെൻസിലെ ഫസ്റ്റ് സബ് ഡിവിഷൻ റോമൻ ന്യൂമറിലെ ഫസ്റ്റ് പ്രസന്റ് ടെൻസ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. Then the first subdivision, that is the first subdivision ഏതാണ്? First subdivision ഏതാണ്? Simple present. The subdivision of simple present, first one is simple present. What's this tense form? ഏതൊരു ടെൻസിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻസ് ഫോം ഉണ്ടല്ലോ. ഏതൊരു ടെൻസിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻസ് ഫോം ഉണ്ട്. നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസും ഇവിടെ ഒന്ന് എഴുതാം. എങ്ങനെയായിരിക്കും? ഏതൊരു സെന്റൻസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിനെന്തുണ്ടാവും? ഇവിടെ ഒരു സബ്ജക്ട് ഉണ്ടാവും. In every sentence there must be a subject. There must be a subject. Then subject is first one. Subject plus simple present tense ന്റെ tense form നമ്മൾ പറയാ subject plus then V1 form of the verb. V1 form of the verb. V1 form of the verb. And what's the V1 form? What this V1 form stands for? V1 means verb 1. What's verb 1? A verb has three forms: V1, V2 and V3. That V1 is otherwise called present form. Present form of the verb. Present form. Then V2. V2 is past form. Past form of the verb. Then V3 is past participle form of the verb. That is, in short form we call it as PT. That is past participle. Then present form, past form and past participle. Past participle form. Okay, V1, V2 and V3. Then V1. ഏതെങ്കിലും നമ്മളൊരു വെർബിന് V1, V2, V3 നമുക്ക് നോക്കാം. Right. Right is a V1. Then what's a V2 form of the right? V2 form of right. That is wrote. Wrote. V3 written. Right, wrote and right, wrote and written. Right, wrote and written. Here V1 form is right, V2 form is wrote and V3 form is written. This is a V1, V2 and V3. Present form, past form and past participle form. Okay, verb 1, verb 2 and verb 3. Okay, here in simple present, the tense form of simple present is a subject plus V1 form of the verb plus a sentence consists of a subject and a predicate. Here subject, the predicate part contains verb and an object. Okay, every sentence there is a subject, there must be a subject, a verb and an object. Okay, clear? Okay, subject plus V1 form of the verb plus subject plus V1 form of the verb plus object. Clear? Clear ആണല്ലോ? ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V1 form of the verb plus object. ഏതൊക്കെയാണ്? അതാണ് സബ്ജക്ട് പ്ലസ് V1 form of the verb plus object. അതാണ് നമ്മുടെ സിമ്പിൾ പ്രസന്റിന്റെ ടെൻസ് ഫോം എന്ന് നമ്മൾ പറയാം. അപ്പൊ നമ്മൾ ഏതൊരു സെന്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്തൊരു സബ്ജക്ട് കാണും, ഒരു വെർബ് കാണും, ഒരു ഒബ്ജക്റ്റ് കാണും. ഫോർ എക്സാമ്പിൾ നമുക്ക് മലയാളത്തിൽ ഒരു സെന്റൻസ് എടുത്ത് നോക്കാം.
അതിനകത്ത് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞെല്ലാം ഉണ്ട്. അത് ഇതിനൊരു ബേസ് എന്ന് പറഞ്ഞാൽ അതുപോലെ പറഞ്ഞു തരികയാണ്. നമ്മൾ സാധാരണ ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും പറയുന്നതാണ് എന്താണ്, രാവണനെ കൊന്നു. രാമൻ പഠിപ്പിക്കുന്നിടത്തോളം കാലം രാമൻ എത്ര പ്രാവശ്യം രാവണനെ കൊന്നു എന്നുള്ളത് നമുക്ക് എന്നാലും നമുക്ക് ഒന്നും കൊല്ലാൻ അല്ലെ. രാമൻ യെസ് നോക്കാം കൂടെ. രാമൻ എന്ന് പറയുന്നത് ആരാണ്? ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിന് മലയാളത്തിൽ എന്താ പറയാ? ഓക്കെ, ഇവിടെ നമുക്ക് സബ്ജക്ട് ഉണ്ട്. സബ്ജക്ട് എന്ന് പറയുന്നത് മലയാളത്തിലെ കർത്താവ് എന്ന് പറയും. ഇവിടെ രാമൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്, ആണല്ലോ. രാവണൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ കർമ്മമാണ്. അതായത് മലയാളത്തിലെ കർമ്മം, ഇംഗ്ലീഷിൽ എന്ന് പറയുന്നത് നമ്മള് ഓബ്ജക്റ്റ് ആണ്. കൊന്നു എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ക്രിയയാണ്, അതായത് വെർബാണ്, ആണല്ലോ. ഓക്കെ, ഈ രാവണനെ കൊന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ സബ്ജക്റ്റിന്റെ നമ്മുടെ സെന്റൻസിന്റെ ഓർഡർ എങ്ങനെ വരും? സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, വെർബ് എന്നാണല്ലോ. ക്ലിയർ? പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ രാവണനെ കൊന്നു എന്ന് നമ്മൾ മലയാളത്തിലേക്ക് നമ്മളൊരു സെന്റൻസ് എഴുതിയപ്പോഴേക്ക് അതിന്റെ വേർഡ് ഓർഡർ എങ്ങനെ വന്നു? സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, വെർബ് എന്നിങ്ങനെയാണ് വന്നത്. നമ്മൾ ഈ ഒരു സംഗതി തന്നെ, ഈ രാവണനെ കൊന്നു എന്ന് പറയുന്ന സെന്റൻസ് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് നോക്കാം. ഓക്കെ, രാമ എന്താ പറയാ? രാവണനെ കൊന്നു. എങ്ങനെ പറയാൻ പറ്റും? രാമ കിൽഡ് രാവണ. ഓക്കെ, ഹിയർ word order is subject, verb and object. SVO type. Okay, in Malayalam the word order is SOV type, subject, object, verb. Here in English the word order is subject, verb and object. Most of the English sentences are SVO type. Subject, most of the sentences subject, verb, object പാറ്റേണിലാണ് വരിക. അതുകൂടി നിങ്ങളുടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അനുബന്ധമായിട്ട് ഇതുകൂടെ എഴുതി. ഓക്കെ, രാമ കിൽഡ് രാവണ എന്ന് പറയുമ്പോഴേക്ക് എങ്ങനെ വന്നു? ഇതിലൂടെ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് എന്നുള്ള നിലയിലേക്ക് വന്നു. നേരത്തെ നമ്മൾ മലയാള സെന്റൻസിൽ എങ്ങനെ വന്നു? സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, വെർബ്. ക്ലിയർ? നമുക്ക് ഇവിടെ ഇത് നമുക്കൊരു ഓരോ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും ഒക്കെ നമുക്ക് ആക്ടിവിറ്റി നോക്കാം. സബ്ജക്ട് ഒരു 9 കൂടെ എഴുതാം. രാഹുൽ. ഈ രാഹുൽ എന്ന് പറയുന്ന 9 വെച്ചുകൊണ്ട് തന്നെ 12 ടെൻസസ് നമുക്കൊന്ന് മേക്ക് ചെയ്ത് നോക്കാം. രാഹുൽ എന്ന് പറയുന്ന നൈം വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ടെൻസ് ഫോംസ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അതിന്റെ യൂസേജസ് പറയുന്നില്ല. ആദ്യം ടെൻസ് ഫോംസ് നമ്മൾ മനസ്സിലാക്കുക. ടെൻസ് ഫോംസ് മനസ്സിലാക്കിയതിനു ശേഷം 12 ടെൻസ് ഫോംസ് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് അതിന്റെ യൂസേജസിനെ കുറിച്ച് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ ആ ടെൻസുകളുടെ ടെൻസ് ഫോംസ് ആണ് മനസ്സിലാക്കുന്നത്. യൂസേജസ് നമുക്ക് പിന്നീട് അങ്ങോട്ട് പറയാം. ഓക്കെ, രാഹുൽ അതിന്റെ ഒരു വെർബ് പറഞ്ഞേ. ഏത് വെർബ് നമുക്ക് എഴുതാൻ പറ്റുക? റൈറ്റ്. രാഹുൽ writes and what? Rahul write a novel. Rahul write a novel. ഈ സെന്റൻസ് ശരിയാണോ? ഈ സെന്റൻസ് എന്തെങ്കിലും അപാകതയുണ്ടോ? Is this sentence correct or not? You see, here Rahul എന്ന് പറയുന്നത് സിംഗുലർ വെർബ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. രാഹുൽ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോ if the subject is singular,
verb must be in singular. You see, if the subject is singular, verb must be in singular form. Is this verb is singular or plural? Can you say? You see, മനസ്സിലാക്കുക. ഞാൻ ചോദിച്ച കാര്യം മനസ്സിലായോ? ഈ സെന്റൻസ് കറക്റ്റ് ആണോ? ഇവിടെ രാഹുൽ എന്ന് പറയുന്ന സബ്ജക്ട് ഏകവചനമാണ്. രാഹുൽ എന്ന് പറയുന്ന ഒരാളാണല്ലോ, ഒരു വ്യക്തിയാണല്ലോ. അപ്പോ റൈറ്റ് എന്ന് പറയുന്ന വെർബ്, റൈറ്റും അവിടെ വെർബും എന്തായിരിക്കണം? സിംഗുലർ ആക്കണം, സിംഗുലർ ആയിരിക്കണം. ഇവിടെ റൈറ്റ് എന്ന് പറയുന്ന വെർബ് സിംഗുലർ അല്ല. അതിനെ സിംഗുലർ ഒരു വെർബിനെ നമ്മൾ സിംഗുലർ ആക്കാനായിട്ട് അതിനോട് എസ്ഒ ഇഎസ്ഒ നമ്മൾ ആഡ് ചെയ്യും. റൈറ്റിനോട് എസ് ആഡ് ചെയ്യുമ്പോൾ എന്തായി മാറി? റൈറ്റ്സ് എന്നായി മാറി. അപ്പോൾ എന്തായത്? സിംഗുലർ ആയി അല്ലേ? അതോടൊപ്പം തന്നെ കൗ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു വെർബാണോ നൗൺ ആണോ? കൗ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. അപ്പൊ നൗണിനെ പ്ലൂറൽ ആക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ് ആഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഒരു നൗണിനെ പ്ലൂറൽ ആക്കുവാനും ഇതുകൊണ്ട് അത് അനുബന്ധമായി പറഞ്ഞതാ. ഒരു നൗണിനെ പ്ലൂറൽ ആക്കുവാനും ഒരു വെർബിനെ സിംഗുലർ ആക്കുവാനും നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ യെസ് ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? രാഹുൽ റൈറ്റ് എ നോവൽ ആണോ? രാഹുൽ റൈറ്റ്സ് എ നോവൽ. ഇപ്പോ ഈ സെന്റൻസ് കറക്റ്റ് ആയി മാറി. രാഹുൽ റൈറ്റ്സ് എ നോവൽ. ഇപ്പൊ നോക്കാം, അടുത്ത നോക്കാം. ഹി അല്ലെങ്കിൽ ഷീ, ഹിയോ ഷിയോ ആയിക്കോട്ടെ. ഹി ഓർ ഷീ. ഇപ്പൊ രാഹുലിനെ പോലെ തന്നെയാണ് അവിടെയും ഹീം ഷീയും സിംഗുലർ സബ്ജക്ട്സ് ആണ്. അപ്പൊ അവിടെയും എന്തേ വരുള്ളൂ? റൈറ്റ്സ് എന്നേ വരുള്ളൂ. റൈറ്റ് എന്ന് വരുമോ? റൈറ്റ്സ് എന്നേ വരുള്ളൂ. റൈറ്റ്സ് എ നോവൽ. റൈറ്റ്സ് എ നോവൽ. ഹി ഓർ ഷീ റൈറ്റ്സ് എ നോവൽ. ഐ എന്ന് പറയുന്ന എടുക്കുമ്പോഴേക്കും ബട്ട് സിംഗുലർ ആണ്. എന്നാൽ പോലും അവിടെ നമ്മൾ പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുള്ളൂ. റൈറ്റ്, ഞാനെന്നും നാം എന്നും ഒരു അർത്ഥം ഉള്ളത് കൊണ്ട് അവിടെയും എന്തേ വരുള്ളൂ? അവിടെയും പക്ഷേ റൈറ്റ്സ് വരില്ല. അപ്പൊ ഏതേ വരുള്ളൂ? റൈറ്റ് എന്നേ പറയൂ. റൈറ്റ് എ നോവൽ. Then you ഏതേ വരുള്ളൂ? റൈറ്റ്സ് വരില്ല. നിങ്ങൾ എന്ന അർത്ഥമുണ്ട്. യു റൈറ്റ്. ഇത്രയും എക്സാമ്പിൾസ് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്, എഴുതി കാണിക്കുന്നത് ഓരോ സബ്ജക്ട്സ് വരുമ്പോഴും ആ വെർബിനുണ്ടാകുന്ന മാറ്റത്തെ കൂടുതൽ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ സബ്ജക്ട്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ഇത് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം, ഈ വീഡിയോ വാച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾ വ്യത്യസ്തങ്ങളായ വെർബുകൾ എടുത്തുകൊണ്ട്, വ്യത്യസ്തങ്ങളായ വെർബുകൾ നിങ്ങൾ എടുത്തുകൊണ്ട്, വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റുകൾ എടുത്തുകൊണ്ട് കൂടുതൽ ഇതൊന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ ഈ ടെൻസ് എന്ന് പറയുന്നതിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്താൻ പറ്റും. ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രാമറിൽ നിങ്ങൾ മറ്റു പോർഷൻസ് പഠിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. പക്ഷെ മനസ്സിലെത്തി നമ്മൾ സമയമെടുത്ത് വ്യത്യസ്തങ്ങളായ വെർബുകൾ എടുത്തുകൊണ്ട്, വ്യത്യസ്തങ്ങളായ സബ്ജക്ട്സ് എടുത്തുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് മാറും. യു ദേ ആണെങ്കിലോടെ ദേ റൈറ്റ് എന്ന് വരൂ, റൈറ്റ്സ് എന്ന് വരൂ. ദേ പ്ലൂറൽ അല്ലേ? തീർച്ചയായിട്ടും ദേ റൈറ്റ്. They write a novel. Now that's one over subject എടുക്കാം. We write ആണോ? റൈറ്റ്സ് ആണോ? We write a okay, clear? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. First one, simple present. Simple present is tense form, subject plus V1 form of the verb plus object. ഇവിടെ നമ്മള് രാഹുൽ എന്ന് പറയുന്ന സബ്ജക്ട് എഴുതി. അപ്പോ രാഹുൽ എന്ന് പറയുന്ന സബ്ജക്ട് സിംഗുലർ ആണ്. അതുകൊണ്ട് വെർബും സിംഗുലർ ആയിരിക്കണം. അതുകൊണ്ട് റൈറ്റ് നമ്മള് റൈറ്റ്സ് എന്നാക്കി സിംഗുലർ ആക്കി മാറ്റി. ഒരു ഒബ്ജക്റ്റ് കൊടുത്തു, നോവൽക്കും കൊടുത്തു. സെന്റൻസ് കറക്റ്റ് ആയി. രാഹുൽ റൈറ്റ്സ് എ നോവൽ. ഹി ഓർ ഷീ റൈറ്റ്സ് എ നോവൽ. ഐ റൈറ്റ് എ നോവൽ. കാരണം ഇത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആയിട്ട് റിഗാർഡ് ചെയ്യുന്നേ. യു റൈറ്റ് എ നോവൽ. They write a novel and we write a novel. ഇതാണ് നമ്മുടെ സിമ്പിൾ
പ്രസന്റ് ടെൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇത് കൃത്യമായിട്ട് വീട്ടിലിരുന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വ്യത്യസ്തങ്ങളായ വെർബുകൾ എടുത്തുകൊണ്ട് നമുക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിന്റെ രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത്, പ്രസന്റ് ടെൻസിന്റെ രണ്ടാമത്തെ ഡിവിഷനിലേക്ക് നമുക്കൊന്ന് പോകാം. ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് കഴിഞ്ഞാൽ ഏതാണ്? പ്രസന്റ് കണ്ടിന്യൂസ്. ഏതാണ്? പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ടെൻസും എന്തായിരിക്കാം നോക്കാം നമുക്ക്. സബ്ജക്റ്റ് പ്ലസ് പറയൂ. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ am or are plus continuous or plus ing form of the verb. Okay, subject plus is or am or are plus ing form of the verb plus object ആണ് ഏതിന്റെ ടെൻസ് ഫോം? the present continuous tense ന്റെ ടെൻസ് ഫോം. the tense form of present continuous tense is subject plus is or am or are plus ing form of the verb plus object. Clear? The tense form of present continuous tense is subject plus is or am or are plus ing form of the verb plus object. നമുക്ക് നേരത്തെ പറഞ്ഞ രാഹുലിനെ തിരിച്ചുകൊണ്ട് വരാം. നേരത്തെ പറഞ്ഞ സബ്ജക്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കേ, രാഹുൽ ഈസ് റൈറ്റിംഗ് ing form. Writing. Rahul is writing. Simple, a novel. ഞാൻ പറഞ്ഞു, നമ്മുടെ പറഞ്ഞ ഈ രാഹുലിനെ തന്നെയും ഈ രാഹുൽ എന്ന് പറയുന്ന സബ്ജക്റ്റിനെയും നോവൽ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെയും സെയിം ആക്കി നിർത്തുന്നത് ഓരോ സെന്റൻസിലും വരുന്ന വ്യത്യാസങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ല നമ്മൾ ഇവിടെ ഒരു സബ്ജക്ട് ചേഞ്ച് ചെയ്തുകയും ഇവിടെ ഒരു വെർബ് ചേഞ്ച് ഓബ്ജക്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വരുന്ന വ്യത്യാസത്തെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സെയിം. കുറച്ച് കഴിയുമ്പോൾ രാഹുൽ എന്ന് കേട്ടുകൊണ്ട് ബോറടിക്കേണ്ട കാര്യമില്ല, നോവൽ എന്ന് കേട്ടുകൊണ്ടും ബോറടിക്കേണ്ട കാര്യമില്ല. ആ ഒരു വ്യത്യാസത്തെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സെയിം സബ്ജക്റ്റും സെയിം ഓബ്ജക്റ്റോടെ യൂസ്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ വെർബും സെയിം ആണ്. ആ വെർബ് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം. ഓരോ വെർബ് ആ വെർബിലും വരുന്ന മാറ്റം കൃത്യമായിട്ട് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മൂന്നും നമ്മള് ഒരേപോലെ നമ്മള് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ നോക്കൂ. ഹി ഓർ ഷീ ആണെങ്കിൽ വരുന്നെങ്കിലോ ഹി ഓർ ഷീ, ഇവിടെ സബ്ജക്ട് സിംഗുലർ അല്ലേ, അതുകൊണ്ട് ആക്സിലറി വെർബ് ഏതായിരിക്കണം? സിംഗുലർ. ഈസ് റൈറ്റിംഗ് എ. ഐ എടുത്ത് നോക്കിയേ, ഐയുടെ ഈസ് ആണ് വരിക, എവിടെ ഏതാ വരിക? ആം. ആക്സിലറി ആം. ഐ ആം റൈറ്റിംഗ് എ നോവൽ. യു ആണെങ്കിലോ is are. You are they, plural, are auxiliary verb. Next, subject we. We are writing a. Here, okay. Next one is the second subdivision of present tense is present continuous. The tense form of present continuous is subject plus is or am or are plus ing form of the verb plus object. Then the sentence is Rahul is writing a novel. He or she is writing a novel. I am writing a novel. You are writing a novel.
they are writing a novel. And the last one is we are writing a novel. Okay, is it clear? ഇനി നമുക്ക് പ്രസന്റ് ടെൻസിന്റെ മൂന്നാമത്തെ സബ് ഡിവിഷനിലേക്ക് ഓക്കെ. പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ ടെൻസ് എന്തായിരിക്കാം? നോക്കോളൂ, സബ്ജക്ട് പ്ലസ് പറയൂ ഹാസ് ഓർ ഹാവ് പ്ലസ് subject plus has or have plus V3 form of the verb. V3 means V3 form of the verb. That is past participle. Okay, V3 form of the verb plus object. Subject plus has or have plus V3 form of the verb plus object. അതാണ് ഏതെന്ന് പറയുന്നത്? ഏതിന്റെ ടെൻസ് ഫോം എന്ന് പറയുന്നത്? Present perfect ന്റെ. The tense form of present perfect tense is subject plus has or have plus V3 form of the verb plus object. Here our subject is Rahul. Rahul has singular. Rahul singular ആണ്, അതുകൊണ്ട് singular auxiliary verb. Rahul has write into V3 form. Write, wrote and V3 written. Rahul has written a novel. Rahul has written a novel. Rahul has written a novel. He or she subject വരുമ്പോഴേക്ക് has തന്നെയാണ് ഇവിടെ വരിക. ഓക്കേ, has കൂടെ ഞാൻ എഴുതുന്ന കൂടെ പറയാം. Rahul has written a novel. Rahul has written a novel. He or she has written a novel. I have written a novel. You have plural ആണ്. You have written a novel. They have they plural ആണ്, plural subject ആണ്, auxiliary plural ആണ്, have written. Last one is we have okay. The tense form of present perfect is subject plus has or have plus V3 form of the verb plus object. That is, subject is Rahul. Auxiliary has written a novel. He or she has written a novel. I have written a novel. You have written a novel. They have written a novel. And we have written a novel. That's the third one, third subdivision. Present tense ന്റെ മൂന്നാമത്തെ subdivision ആണ് ഇത് present perfect. Okay, is it clear? മറക്കരുത്, ഇത് വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റുകളും വ്യത്യസ്തങ്ങളായ വെർബുകളും വ്യത്യസ്തങ്ങളായ ഓബ്ജക്റ്റുകളും എഴുതി നിരന്തരം ഇത് പരിശീലിച്ചുകൊണ്ട് വരണം. നമുക്കിനി നാലാമത്തെ സബ്ഡിവിഷനിലേക്ക് നമുക്ക് പോകാം. നാലാം സബ്ഡിവിഷൻ ഏതാ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ടെൻസ് എഴുതാം നമുക്ക്. സബ്ജക്ട് പ്ലസ് എങ്ങനെയാ ടെൻസ് വരിക? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, കോമ്പിനേഷൻ ഓഫ് പെർഫെക്റ്റ് ആൻഡ് കണ്ടിന്യൂസ്. That is, this tense form contains the elements of perfect and
കണ്ടിന്യൂസ്. ഈ ടെൻസ് ഫോമില് പെർഫെക്റ്റിന്റെയും കണ്ടിന്യൂസിന്റെയും എലിമെന്റ്സ് കമ്പൈൻ ചെയ്ത് വരും. എങ്ങനെ കമ്പൈൻ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, subject plus has or have plus been plus ing form of the verb. Plus subject plus has or have plus been plus ing form of the verb plus verb. That is the elements of perfect is has or have. The element of continuous is ing form of the verb. We add only been as additional. Okay. Then the tense form of present perfect continuous tense is subject plus has or have plus been plus ing form of the verb plus object. That is Rahul has been writing a novel. He or she has been writing a novel. I have been writing a novel. You have been writing a novel. They have been writing a novel. We have been no. Okay. The fourth subdivision of present tense is present perfect continuous. The tense form of present perfect continuous is subject plus has or have plus been plus ing form of the verb plus object. The sentences are Rahul has been writing a novel. He or she has been writing a novel. I have been writing a novel. You have been writing a novel. They have been writing a novel. And we have been writing a. അപ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസിന്റെ 4 സബ്ഡിവിഷൻസും പഠിച്ചു. ആ 4 സബ്ഡിവിഷൻസ് നമുക്ക് സമപ്പ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രസന്റ് ടെൻസിന്റെ 4 സബ്ഡിവിഷൻസ് ആണ്. ആ 4 സബ്ഡിവിഷൻസും നമുക്കൊന്ന് സമപ്പ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫോം സബ്ജക്ട് പ്ലസ് V1 form of the verb plus object. Okay. രണ്ടാമത്തേതാ present continuous tense form subject plus is or am or are plus ing form of the verb plus object. Then third one is present perfect. The tense form is subject plus has or have plus V3 form of the verb plus object. The fourth one is present perfect continuous. The tense form is subject plus has or have plus been plus ing form of the verb plus object. Okay. ഈ ടെൻസ് ഫോംസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് ഈ ഒരു വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റുകളും വെർബും ഒബ്ജക്റ്റും എടുത്തുകൊണ്ട് കൂടുതലായിട്ട് ഇത് എഴുതുക, മനസ്സിലാക്കുക. ഓക്കെ, ബൈ ബൈ.